നമസ്കാരം. ഇത് വെഡ്ഡിംഗ് മാട്രിമോണി കോയമ്പത്തൂർ നിന്നാണ്. നമ്മൾ കുറേ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എങ്കിലും പറയണം. നമുക്ക് ചിലവർ ഒരുപാട് കാര്യങ്ങൾ പറയും. നിങ്ങൾ ലീഡുള്ളത് ഈ വീഡിയോ മുഖാന്തരം ഇപ്പോൾ സാധാരണ എല്ലാ മാട്രിമോണിക്കാരും ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടുന്ന് പാലക്കാട് നിന്ന് ഒരാൾ, അല്ലെങ്കിൽ കോട്ടയത്തു നിന്ന് ഒരാൾ, അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് ഒരാൾ അവൻ്റെ ഫോട്ടോ സഹിതം ഇട്ടിട്ട് അതിൻ്റെ ബാക്കിൽ അവൻ്റെ ഡീറ്റെയിൽ എഴുതിയിട്ട് വെക്കുന്നുണ്ട് അല്ലേ. അത് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാളിൻ്റെ ഇത് സ്വകാര്യത നമ്മൾ പബ്ലിസിറ്റി ആക്കണം. അതൊരിക്കലും ചെയ്യുന്നത് നമുക്ക് താല്പര്യമില്ലാത്ത കാര്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു മാട്രിമോണി ആപ്പിലൂടെ നമുക്ക് പ്രചരിപ്പിക്കാം, അത് കുഴപ്പമില്ല. പക്ഷേ ഒരു ഫേസ്ബുക്ക് എന്തുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഓരോരുത്തരുടെ സെപ്പറേറ്റ് ഫോട്ടോ, ഇത് നമ്മൾ മാട്രിമോണി സമ്പാദിക്കാൻ വേണ്ടി നാട്ടുകാരന് മുഴുവൻ സ്വകാര്യത പബ്ലിസിറ്റി ആക്കുന്നത് അത്ര ശരിയല്ല. അത് നമ്മൾ ചെയ്യൂല. അങ്ങനത്തെ ഉള്ളൊരു ലീഡ് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും റിക്വസ്റ്റ് എന്ത് ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയണത്, ഇത് ആവശ്യക്കാർക്കല്ല മാട്രിമോണി, ഇത് അത്യാവശ്യക്കാർക്കാണ്. ഇത് അത്യാവശ്യമുള്ളവർ ഒരിക്കലും എന്ത് ചെയ്യണ്ട, പബ്ലിസിറ്റിൻ്റെ അത്ര വലിയ പബ്ലിസിറ്റി ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് ലീഡ് വരാറുണ്ട്, അല്ലെങ്കിൽ ആ ലീഡ് നമ്മൾ എന്ത് ചെയ്യും, അത് മാക്സിമം അത്യാവശ്യക്കാർക്ക് എത്തിക്കാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്നും പറയും, നമുക്ക് അങ്ങനെ ഒരു പരസ്യത്തിൻ്റെ ആവശ്യകതയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതുപോലെ ഓരോ വീഡിയോ കണ്ടിട്ട് വരാം. ഇപ്പോൾ കല്യാണങ്ങൾ നടന്നതിൻ്റെ ഫോട്ടോസോ വീഡിയോ നമ്മൾ പബ്ലിസിറ്റി ചെയ്യാറില്ല. കാരണം വെച്ചാൽ കുറേ ആൾക്കാർ എന്താ വെച്ചാൽ സെക്കൻഡ് മാരേജിന് കൂടുതൽ നടക്കണം. നിങ്ങളോട് സത്യം പറയും, സെക്കൻഡ് മാരേജിന് പെണ്ണിൻ്റെ വീട്ടുകാർക്കും കുട്ടിയും മക്കളുണ്ടാകും, പെൺകുട്ടികൾക്കും കുട്ടികളുണ്ടാകും, ആണുങ്ങൾക്കും കുട്ടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ രണ്ടുപേരും മാരേജ് ചെയ്യുന്നത് അതിന് അത്ര വലിയ പബ്ലിസിറ്റി അവർ ദയവായിട്ട് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മളെ പിള്ളേരൊക്കെ കല്യാണം കഴിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പോലെ നമ്മളെ മാട്രിമോണി പരിചയപ്പെട്ട്, അപ്പോൾ ആ കുട്ടികളൊക്കെ കല്യാണം കഴിയുമ്പോൾ അവർ നമ്മളോട് നമ്മൾക്ക് ഒന്ന് പരസ്യം ചെയ്യുമെന്നാണ് പറയാം. അങ്ങനെയുള്ളവർക്ക് ഓക്കെ. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, പബ്ലിസിറ്റി അല്ല. ഇത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ, നമ്മളെ കൂടുതൽ ലീഡ് വരാൻ വേണ്ടി സഹായിക്കാം. ഒരുപാട് അത്യാവശ്യക്കാർക്ക് ഉപകാരപ്പെടട്ടെ. ഇപ്പോൾ അധികം വന്നേക്കുന്ന IT കമ്പനി, സാധാരണ ജോലി ചെയ്യുന്നവർ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യക്കാർ കൂടുതൽ നമ്മളെ വിളിക്കാൻ ശ്രമിക്കാം. ഇതിന് താഴെ നമ്പറുണ്ട്, വിളിക്കാം.